ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ലീല സ്റ്റോക്ക് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പുതിയൊരു വിഷയമായിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങളെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന, ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുന്നതിന് വളരെയധികം സന്തോഷവും വളരെയധികം നന്ദിയും സ്നേഹവും നിങ്ങളോടൊക്കെ ഉണ്ട്. തുടർന്നും അങ്ങനെ തന്നെ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഇന്ന് ഒരു സബ്ജക്റ്റ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് യുദ്ധങ്ങൾ ഇന്ന് ഇഷ്ടം പോലെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ യുദ്ധങ്ങൾ കൊണ്ട് ആർക്ക് നേട്ടം, എന്ത് നേട്ടം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വിഷയം. ഒന്നാമതെന്ന് പറഞ്ഞാൽ, യുദ്ധസ്ഥലത്ത് 15 വർഷം ജോലി ചെയ്തൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അതിനെപ്പറ്റി അത് നേരിട്ട് കണ്ടുകയും അനുഭവിക്കുകയും ചെയ്ത ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കാണ് ഈ വീഡിയോ ഇന്ന് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഞാനല്ല എൻ്റെ വീഡിയോസ് ചെയ്യുന്നത്, എൻ്റെ എനിക്ക് കിട്ടിയിട്ടുള്ള അനുഭവങ്ങളിൽ നിന്നും എക്സ്പീരിയൻസിൽ നിന്നുമൊക്കെയാണ് മുക്കാലും ഞാൻ ഓരോ വീഡിയോസ് ചെയ്യാറുള്ളത്. ഇത് ഇപ്പം 15 വർഷം യമനിൽ ജോലി ചെയ്തു, മിലിറ്ററി ഹോസ്പിറ്റലിൽ ജോലി ചെയ്തു. അവിടെ ചെന്ന് ആദ്യമൊക്കെ ഒന്നും ഒരു പ്രശ്നമില്ലായിരുന്നു. വലിയ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉള്ളായിരുന്നു. എന്നിരുന്നാലും ഞങ്ങൾക്ക് വലിയ പ്രശ്നമില്ലാതെ ഞങ്ങളവിടെ ജോലി ചെയ്തു. 15 വർഷം അവിടെ ജോലി ചെയ്തില്ലേ. പക്ഷേങ്കിൽ 2003 തൊട്ട് അവിടെ പ്രശ്നങ്ങൾ അങ്ങ് കൂടി വന്നിട്ട് അവിടെ ഒരു വിഭാഗത്തിൽപ്പെട്ടവരെ, ഹൂതികളെന്ന് പറയുന്നവരെ, അവരെ ഇപ്പം നമ്മുടെ സ്റ്റേറ്റ് കണക്ക് കേരള, തമിഴ് അങ്ങനെയൊക്കെയുള്ള അവിടെ ഗവർണറേറ്റ് എന്ന് പറയും. അങ്ങനെ സാധാരണ പറയുന്ന സ്ഥലത്ത് ഈ ഹൂതികൾ കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ഭരണത്തിൽ വേണം, അവർക്ക് പ്രത്യേക അവിടുത്തെ ഭരണം വേണം, അങ്ങനെയൊക്കെ പറഞ്ഞാണ് ഈ പ്രശ്നങ്ങളുണ്ടായത്. ഈ ഹൂതികൾ ഈ പ്രശ്നങ്ങൾ തലപൊക്കുന്നത് അത്രയും അവരുടെ തലമണ്ടേ തോന്നിയ ഒരു ഇതാണ് ആ രാജ്യം മൊത്തം നശിച്ചിരിക്കുന്നത് ഇപ്പം. അപ്പോൾ അവർ അങ്ങനെ അവിടുത്തെ രാജ്യത്തെ പ്രസിഡൻറ്റ് ഭരണം വന്നത് മിലിറ്ററിയുമായിട്ടാണ് ഈ അടിയെ തുടങ്ങിയത്. അങ്ങനെ തുടങ്ങി പ്രശ്നങ്ങളൊക്കെ വന്നു. പക്ഷേ 2003 തൊട്ട് പിന്നെ അങ്ങോട്ട് പ്രശ്നങ്ങൾ അങ്ങ് കൂടി വന്ന് ഞങ്ങൾ മിലിറ്ററിയിലുമാണ് ചെയ്യുന്നത്. ഇപ്പം മിലിറ്ററി അല്ലേ. അപ്പോൾ എയർ സ്ട്രൈക്ക് വരുന്നു, ഫ്ലൈറ്റ് ആക്സിഡൻറ്റ്, പിന്നെ എന്തൊക്കെ ബോംബിടിയിൽ എന്തൊക്കെ ഒന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള പേഷ്യൻസിനെയാണ് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. എസ്പെഷ്യലി ഞാൻ കാഷ്വാലിറ്റിയിലാണ് മുക്കാലും ഡ്യൂട്ടി ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇത് ഫസ്റ്റിൽ അങ്ങോട്ടല്ല ആണല്ലോ വരുന്നത്. അന്നെന്ന് പറഞ്ഞാലും കാഷ്വാലിറ്റിയിലോട്ടല്ലേ വരുന്നത്. അപ്പോൾ അവിടെ ഇത്രയും വർഷം ജോലി ചെയ്ത ആ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല. തലയില്ലാത്തത്, കാലില്ലാത്തത്, കൈയില്ലാത്ത ഇങ്ങനെയൊക്കെയുള്ള ശവശരീരങ്ങൾ ചിന്നിച്ചിതറിയ തരത്തിലൊക്കെയാണ് ഉള്ള ശവശരീരങ്ങളൊക്കെ വരികയും എടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ഇതെല്ലാം കൈകാര്യം ചെയ്തല്ലേ നമ്മൾ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഈ മിലിറ്ററി ആകുമ്പോൾ അവരുടെ ഡ്രസ്സ് നല്ല കട്ടിയുള്ളതല്ലേ. അതിൻ്റെ അകത്തിൽ വെടിയേറ്റും ഇതുമായിട്ടും ബ്ലഡിനകത്ത് കുളിച്ചു ഇവർ വരുന്ന സമയത്ത് ഈ കട്ടിയുള്ള ഡ്രസ്സല്ലേ. അയ്യോ, പെട്ടെന്ന് പിന്നെ രണ്ട് കാലിലൊക്കെ ഇട്ട് ഇവരുടെ ഡ്രസ്സെല്ലാം കട്ട് ചെയ്ത് പോലീസ് കത്തീറ്ററൊക്കെ ഇട്ട് ഇവർക്ക് ബ്ലഡ് സാമ്പിളൊക്കെ, കാരണം എമർജൻസി കാഷ്വാലിറ്റി അല്ലേ. അങ്ങനെ നമുക്ക് പറഞ്ഞു കേൾപ്പിക്കാനും പറ്റത്തില്ല. പെട്ടെന്നല്ലേ. ഇപ്പോൾ എന്തേരം പേഷ്യൻ്റ് വരുന്ന ഒരവസ്ഥ, ഏതൊക്കെ തരത്തിലുള്ള ഡെഡ് ബോഡികൾ, അതിൻ്റെയൊക്കെ ഇടയ്ക്കിരുന്ന് അതിൻ്റെ ഇടയ്ക്ക് ജീവനുള്ളതുണ്ട്, ശ്വാസം ഉള്ളതുണ്ട്. ഇതൊക്കെ തിരഞ്ഞു പിടിച്ച് ജോലി ചെയ്തും എടുത്തും എത്രയുള്ള എക്സ്പീരിയൻസ് ആണുള്ളത്. ഇപ്പം നമ്മളെ ഇപ്പം കാണുന്ന ഉടനെ എന്ന് പറഞ്ഞാൽ, അവിടെ ഈ പേഷ്യൻസ് വരുന്ന സമയത്ത് ഒരാൾക്കാരും വരുന്നുടനെ സത്യം പറഞ്ഞാൽ നമ്മുടെ കരള് നല്ല മനോധൈര്യമില്ലാതെ നമുക്ക് അവിടെ ജോലി ചെയ്യാൻ പറ്റത്തില്ല. നമ്മളെ തന്നെ ആദ്യം മനോധൈര്യത്തിലാക്കിയെങ്കിൽ മാത്രമേ ഇങ്ങനത്തെയുള്ള ഡെഡ് ബോഡികളാണ് വരുന്നത്. ശരീരങ്ങൾ ഇതിർന്ന് കിടക്കുന്ന പാർട്സ് അങ്ങനെയൊക്കെ ആയിട്ടുള്ള, ചിലപ്പോൾ ഒരു ശ്വാസമേ കാണത്തുള്ളൂ, ചിലപ്പോൾ ഇല്ല. ഇതെല്ലാം കൂടെ ഒന്നിച്ച് വരുമ്പോൾ ഇത് തിരഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അതിൻ്റെ അകത്തിലിരുന്ന് ജോലി ചെയ്യുകയും ഒക്കെ ചെയ്ത് നമ്മൾ പിന്നെ അങ്ങോട്ട് പ്രശ്നങ്ങളങ്ങ് കൂടി വന്നാണ്. ഒട്ടും ഇതല്ലാതെ വന്നപ്പോഴാണ് പ്രശ്നങ്ങളങ്ങ് കൂടി വന്നു കഴിഞ്ഞപ്പോഴാണ് അപ്പോൾ ഈ ഹൂതികൾക്ക് ഇറാൻ്റെ ഹെൽപ്പാണുള്ളത്. അന്നേരമാണ് ഈ യമനെ സഹായിക്കാൻ സഖ്യകക്ഷികളായിട്ട് സൗദിയ, UAE, സുഡാനൊക്കെ കൂട്ടുപിടിച്ച് പിന്നെ സ്ട്രൈക്ക് കൂടുതലായിട്ട് ഉണ്ടാവുകയും എടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഒരു അത്രയും യുദ്ധം പിന്നെ അങ്ങ് മൂത്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മളെ ഇവാക്കി ചെയ്തുകൊണ്ടിരുന്നത്. ഒരു തരത്തിലും നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. ഞങ്ങളുടെ ഹോസ്റ്റലൊക്കെ ആണെങ്കിൽ മണ്ടയെല്ലാം തകർന്നു. ഞങ്ങൾക്ക് വെടിവെക്കുമ്പം ഡ്യൂട്ടിയിലല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ കട്ടിൻ്റെ കീഴിൽ കാരണം നമുക്ക് തന്നെ ഒരു സുരക്ഷ നിങ്ങളൊന്നുമില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് എംബസിയിൽ നിന്ന് വന്ന് ഞങ്ങളെ വിട്ടു തരണം, അങ്ങനെ ഇതാക്കി നമ്മളെ കൊണ്ടുവരാനുള്ള തീരുമാനങ്ങളും കാര്യങ്ങളും ഒക്കെ ആക്കുന്നത്. സുഷമ സ്വരാജ് മിനിസ്റ്ററായിട്ടിരുന്ന സമയത്ത് അന്നേരം VK സിംഗ് അസിസ്റ്റൻറ്റ് മിനിസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പം ഒരു ദിവസം രണ്ട് എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റ് വരും. അപ്പോൾ ഇവർ നമ്മളെ വിടത്തില്ല എന്ന് പറഞ്ഞ്, ഹൂതികൾ വിടത്തില്ല. കാരണം ഈ ഹോസ്പിറ്റലിൻ്റെ മൊത്തം
500 സ്റ്റാഫ് ഉള്ളത് മൊത്തം നമ്മൾ മലയാളികളാണ്, ഇന്ത്യൻസാണ്. അപ്പം അവർ വിടത്തില്ല എന്ന് പറഞ്ഞു. കാരണം എല്ലാം നമ്മളാണ് കൈകാര്യം ചെയ്യുന്നത്, എല്ലാ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും നമ്മുടെ കയ്യിലാണുള്ളത്. അപ്പം നമ്മൾ ഇത്രയും പെട്ടെന്ന് നമ്മൾ പോരുക എന്ന് പറയുന്ന സമയത്ത് ആ ഹോസ്പിറ്റലിൻ്റെ അവസ്ഥയൊന്ന് ചിന്തിച്ച് നോക്കി. അത് കാരണം ഇവരെ പിന്നെ അവിടുത്തെ ആൾക്കാരുടെ ജോലി അറിയാമല്ലോ, അത് അവർക്കൊരു ഉത്തരവാദിത്വം ഇല്ല. നമ്മളുള്ളത് കൊണ്ടെല്ലാം എല്ലാ ഉത്തരവാദിത്വവും നമുക്കാണ്, എല്ലാ ഉത്തരവാദിത്വവും നമ്മളിലാണ്, എല്ലാ കീസും എല്ലാം നമ്മുടെ കയ്യിലാണ്. അപ്പോൾ അതുകൊണ്ടപ്പോൾ അവർ വിടത്തില്ല എന്ന് പറഞ്ഞു, അങ്ങനെ പെട്ടെന്ന് വിടത്തില്ല എന്ന് പറഞ്ഞു. എന്തേരം വഴക്കിട്ടും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പാസ്പോർട്ടൊക്കെ ഞങ്ങൾക്ക് കിട്ടിയതും എടുത്തതും സാലറി ഒന്നും കിട്ടിയിട്ടില്ല. പാസ്പോർട്ടൊക്കെ കിട്ടിയതും പോന്നതും ഒക്കെ 15 വർഷം അവിടെ ജോലി ചെയ്തെങ്കിലും എല്ലാം അവിടെ ഉപേക്ഷിച്ച് ഒരു ഡ്രസ്സ് വിട്ട് പാസ്പോർട്ടുമായിട്ടാണ് ഞങ്ങളൊക്കെ എല്ലാവരും പോകുന്നത്. വർഷങ്ങളായിട്ട് ജോലി ചെയ്ത എൻ്റെ സഹപ്രവർത്തകർ ഞങ്ങളെല്ലാവരും ഞങ്ങളെ കൊണ്ടുവരുന്നത്. അപ്പം ഞങ്ങൾ പോരുന്ന വഴി തടയുമെന്ന് പറഞ്ഞു, എയർപോർട്ടിൽ എത്തിക്കത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ ഫ്ലൈറ്റ് പൊങ്ങുമ്പം വെടി വെച്ചിടുമെന്ന് ഹൂതികൾ പറഞ്ഞു. എനിവേ നമുക്കൊറ്റ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, നമുക്ക് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അല്ല നമുക്ക് അവരോട് എന്തോ പറയാനോ എടുക്കാനോ എതിർക്കാനോ ഒന്നുമില്ല. നമ്മളെ എന്തായാലും ദൈവം രക്ഷിച്ചു എന്ന് നമ്മൾ ഇവിടെ വന്നു. 2015 ഞങ്ങളെ ഇന്ത്യൻസ് റീവാക്കേറ്റ് ചെയ്ത് ഇന്ത്യയിലേക്ക് വന്നത്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ആ രാജ്യം നശിച്ച് നാറാണക്കല്ലായിട്ടിരിക്കുകയാണ്. ഹൂതികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ ഒരവസ്ഥയെന്ന് പറഞ്ഞാൽ എവിടെ എത്തി. ദാരിദ്ര്യമൊക്കെ ഒത്തിരിയായി രാജ്യത്തെ. ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തെ ആൾക്കാർ ഒത്തിരി നല്ലതാണ്. നമ്മളിപ്പം ഇത് പറയുമ്പോൾ ഇത് യുദ്ധം ചെയ്യുന്നവരോ അല്ലെങ്കിൽ ആതങ്കവാദം ചെയ്യുന്നവരോ അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. നമ്മളെല്ലാവരെയും മുസ്ലിം എന്ന സമുദായത്തെ മൊത്തം നമ്മൾ കൂട്ടിക്കെട്ടി അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഞങ്ങളത് അനുഭവിച്ചതുകൊണ്ടാണ് പറയുന്നത്. അവർ നമുക്ക് നല്ല സംരക്ഷണം തന്നിട്ടാണ് നമ്മളെ അവർ നല്ല ഇതായിട്ട് ഒന്നും നമുക്ക് പറ്റാതാണ് അവർ ഇത് ചെയ്തത്. പിന്നെ അവർ തരുന്ന സ്നേഹവും റെസ്പെക്റ്റും ഒന്നും നമ്മുടെ രാജ്യത്തൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അത് വേറൊരു സത്യം. അപ്പം എല്ലാവരെയും നമ്മൾ ഒരേ രീതിയിൽ കാണാൻ പറ്റത്തില്ല. ഈ കുറച്ച് ആൾക്കാർ തലയിൽ പിന്നെ ചെകുത്താൻ്റെ ഇത് പിടിച്ചവരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം നല്ല ആൾക്കാർ എത്രയോ അതിലും കൂടുതൽ നല്ല ആൾക്കാരാണുള്ളത്. നമ്മൾ അവരെ കാണാതെ പോകരുത്. അപ്പോൾ അടച്ച് നമ്മൾ അങ്ങനെ ഒരിക്കലും ആരെയും ഒരു സമുദായത്തിന് ഒരു കാര്യത്തിന് പറയരുതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പം അങ്ങനെയാണ് 2015 ഞങ്ങളെ കൊണ്ടുവന്നു. ഇപ്പോഴും അവിടുന്ന് ഫ്രണ്ട്സ് വിളിക്കാറുണ്ട്, ഡോക്ടേഴ്സ് വിളിക്കാറുണ്ട്, കൂടെ ജോലി ചെയ്ത സ്റ്റാഫൊക്കെ വിളിക്കാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്, എടുക്കാറുണ്ട്. ഇപ്പം ഇന്ത്യൻസ് അവിടെ ആരുമില്ല, എല്ലാ ഹോസ്പിറ്റലുകളിൽ നിന്ന് എല്ലാവരും പോന്നിട്ടുണ്ട്. അന്ന് കൊണ്ടുവന്നായിരുന്നു. അപ്പം അവർ പറയും നിങ്ങളില്ലാത്ത ഹോസ്പിറ്റൽ ഒന്നുമില്ല എന്നവരിപ്പോഴും പറയാറുണ്ട് ഡോക്ടേഴ്സൊക്കെ. കാരണം ഇന്ത്യൻസ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് മലയാളികളെന്ന് പറയുമ്പോൾ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നവരാണല്ലോ. അപ്പം എൻ്റെ ചിന്നി ചിതറിയ ശവശരീരങ്ങളൊക്കെ പാക്ക് ചെയ്യുകയും കയ്യും കാലില്ലാത്തത് ഇതിൻ്റെയൊക്കെ ഇടയ്ക്കിരുന്ന് ജീവനുള്ളതുകൊണ്ട് ജീവൻ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് കൈയില്ല കാലില്ല അറ്റുകിടക്കുന്ന ശവശരീരങ്ങൾ ചിതറിക്കിടക്കുന്ന ശവശരീരം ഇതിലെല്ലാം ഇരുന്ന് കൈകാര്യം ചെയ്ത് ജോലി ചെയ്തിട്ട് വന്നതുകൊണ്ട് ഇപ്പം നമുക്ക് എന്ത് കേട്ടെന്ന് പറഞ്ഞാലും കണ്ടെന്ന് പറഞ്ഞാലും അതിനെപ്പറ്റി ഒന്നും ഒരിത് തോന്നാറില്ല. മനസ്സങ്ങ് ഹൃദയം അങ്ങ് നല്ല ഒരു ഇതിൽ സ്ട്രോങ് ആയി. അപ്പോൾ ഈ യുദ്ധങ്ങൾ ഇപ്പം പശ്ചിമേഷ്യയിലായാലും ഇപ്പം തന്നെ യുദ്ധങ്ങൾ, ഗാസയിലെ ഇസ്രായേൽ അവിടുത്തെ യുദ്ധം, പിന്നെ യുക്രൈൻ റഷ്യ യുദ്ധം, നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, ഇപ്പോൾ ഇറാൻ ഇറാഖ് യുദ്ധം, ഇങ്ങനെ യുദ്ധങ്ങളുടെ ഒരു പശ്ചിമേഷ്യ തന്നെ അങ്ങ് യുദ്ധങ്ങളുടെ കാര്യങ്ങൾ. അപ്പം ഞാൻ എത്രയും വർഷം കണ്ട ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ അവിടെ യമനിലായിരുന്നപ്പം കണ്ട അനുഭവിച്ചത് ഈ യുദ്ധങ്ങളിലൊക്കെ മരിക്കുന്നത് മൊത്തം ഇന്നസെൻ്റ് ആൾക്കാരാണ് മരിക്കുന്നത്. ഈ മരിക്കുന്നത് മൊത്തം ഒരു കുറ്റവും ചെയ്യാത്തവരാണ് മരിക്കുന്നത്. പാവം പിടിച്ചവർ കെട്ടിയുണ്ടാക്കുന്ന വീടും ഒരു തരത്തിൽ അവർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന വീടും കാര്യങ്ങളുമാണ് ഒറ്റ നിമിഷം കൊണ്ട് വന്ന് അവരുടെ പ്രിയപ്പെട്ടവരൊക്കെ ഒരു വീടിൻ്റെ അത്താണിയായിരിക്കുന്നവരൊക്കെയാണ് ഒറ്റ നിമിഷം കൊണ്ട് പോകുന്നത്. അത് കുഞ്ഞുകുട്ടി ആബാലവൃന്ദം നോക്കിയ കുഞ്ഞുങ്ങളെയൊക്കെ കയ്യും കാലും അറ്റുപോയ കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ മാതാപിതാക്കൾ വന്ന് സിസ്റ്റർ എൻ്റെ കുഞ്ഞിനെ നോക്കാം, എൻ്റെ കുഞ്ഞിനെ ഒന്ന് നോക്കാൻ അങ്ങനെ അതൊക്കെ നേരിൽ കണ്ട് കൈകാര്യം ചെയ്ത് വന്ന ഒരു വ്യക്തി എന്നുള്ളത് ഈ യുദ്ധം കൊണ്ട് ആർക്കാണ് പ്രയോജനം? ഇപ്പം നമ്മുടെ യുക്രൈൻ റഷ്യ ആർക്കാ നേട്ടം? റഷ്യയ്ക്കും നേട്ടമില്ല, യുക്രൈനും നേട്ടമില്ല. അതുപോലെ തന്നെ ഗാസയിലെ അവിടുത്തെ ആർക്കാ നേട്ടം? അവിടുത്തെ പട്ടിണി, അവിടുത്തെ ആഹാരത്തിനായിട്ട് നിൽക്കുന്നതൊക്കെ കാണുമ്പം കണ്ണ് നിറഞ്ഞു പോകും നമുക്ക് അഭയാർത്ഥികളായിട്ടുള്ളവർ. അപ്പം ഇപ്പം പിന്നെ നമ്മുടെ ഇപ്പം ഇവിടെ ഇന്ത്യ പാകിസ്ഥാൻ ഇപ്പം പുൽവാമയിലിപ്പം കഴിഞ്ഞു. ആർക്കാ നേട്ടം? പാകിസ്ഥാന് നേട്ടമോ അതോ ഇന്ത്യക്ക് നേട്ടമോ? ആർക്കാ നേട്ടം? എല്ലാവർക്കും നഷ്ടങ്ങളാണ് ഉണ്ടാകുന്നത്. ഇപ്പം ഇറാൻ ഇറാഖ് യുദ്ധം എന്തോ നേട്ടം?
ഇസ്രയേലിലും ചാകുന്നു, ഇസ്രായേലിലും ചാകുന്നു. ഇസ്രയേലിൻ്റേതും തകരുന്നു, ഇറാൻ്റെ. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ ആ രണ്ട് രാജ്യങ്ങൾക്ക് നഷ്ടമുണ്ട്. രണ്ട് രാജ്യങ്ങളിൽ നിരപരാധികൾ മരിക്കുന്നുണ്ട്. രണ്ട് രാജ്യങ്ങളിലെയും യുദ്ധ സാമഗ്രികൾ വെച്ചല്ലേ ചെയ്യുന്നത്. അപ്പം ആർക്കാണ് നേട്ടം ഉണ്ടാകുന്നത്? നേട്ടം ഉണ്ടാകുന്നത് ആർക്കാണ്? യുദ്ധങ്ങൾ കൊണ്ട് നേട്ടം ഉണ്ടാകുന്നത് ആയുധം ഉണ്ടാക്കുന്നവർക്ക് മാത്രമാണ് ഉണ്ടാകുന്നത്. ഈ യുദ്ധ വിമാനങ്ങളെയും യുദ്ധ ആയുധങ്ങളും ഉണ്ടാക്കുന്നവർക്കാണ് നേട്ടം ഉണ്ടാകുന്നത്. അല്ലാതെ ആർക്കാണ് ഉണ്ടാകുന്നത്? നഷ്ടം മാത്രമാണ് ഉണ്ടാകുന്നത്. രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്താൽ ഇപ്പം നമ്മുടെ പുൽവാമയുടെ അവിടെ അതിർത്തിയിൽ താമസിക്കുന്നവരുടെയൊക്കെ വീടെല്ലാം തകർന്നു എടുത്തു. അവരുടെ ഒരവസ്ഥയൊന്ന് ചിന്തിച്ച് നോക്കി. അതിർത്തികളിൽ താമസിക്കുന്നവരുടെ ഒരു ദയനീയ അവസ്ഥയൊന്ന് ചിന്തിച്ച് നോക്കി. ഏത് സമരം എന്താ എന്നൊന്നും അറിയത്തില്ല. എപ്പോഴും ഭീതിയോടെ കഴിയുന്ന ഒരവസ്ഥ. അവരുടെ വീടുകളെല്ലാം തകർന്ന് എടുക്കുന്നു. അപ്പോൾ എന്താണ് നേട്ടം ഉണ്ടായത്? എന്ത് നേട്ടമുണ്ട്? ആർക്കും നേട്ടം ഉണ്ടാകുന്നില്ല. ഒരു രാജ്യത്തിനും നേട്ടം ഉണ്ടാകുന്നില്ല. എന്ത് നേട്ടം ഉണ്ടായി? ഒരു നേട്ടം ഉണ്ടായില്ല. അപ്പം ഈ നേട്ടം ഉണ്ടാകുന്നത് ഒരേ ഒരു കൂട്ടർക്കാണ്. ആർക്കാണ്? ഈ യുദ്ധ ആയുധങ്ങൾ ഉണ്ടാക്കുന്നവർ, യുദ്ധവിമാനങ്ങൾ, പോർവിമാനങ്ങൾ ഉണ്ടാക്കുന്നവരെ, യുദ്ധത്തിൻ്റെ ചെയ്യാനുള്ള ആയുധങ്ങൾ ഉണ്ടാക്കുന്നവരെ, ഇവർക്കൊക്കെയാണ് ഈ യുദ്ധങ്ങൾ കൊണ്ടുള്ള ലാഭമോ എന്തെങ്കിലും നേട്ടം ഉണ്ടാകുന്നെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്നാന്ന് ചോദിച്ചാൽ ആർക്ക് ഇവിടെ ഇരിക്കുന്ന ഇരിപ്പിലാണ് ഇന്നസെൻ്റായിട്ടുള്ള ആൾക്കാർ മരിക്കുന്നത്, അവരുടെ സർവ്വതും നഷ്ടപ്പെടുന്നത്. അവർ നനച്ചിരിക്കാതാണ് അവരുടെ മണ്ടയ്ക്ക് ബോംബും വീണ് അവരുടെ വെടിയും ഒക്കെ ഏറ്റ് അവരുടെ പ്രിയപ്പെട്ടവരും അവരും എല്ലാം മൊത്തത്തിൽ പോകുന്നതും അവരുടെ എല്ലാം നശിക്കുന്നതും നിമിഷം കൊണ്ടാണ്. യമനിൽ എന്തോ നേടി? യമൻ ഇപ്പോഴും നശിച്ചു നാറാണക്കല്ലാക്കിയിരിക്കും. ആ രാജ്യമേ നശിച്ചു പോയെന്നുള്ളതാണ്. ആര് കാരണമോ? അവിടെ ഉണ്ടായിരുന്ന ഹൂതികളുടെ തലയിൽ കയറിയ ഒരു കാര്യമാണ്. അവർക്ക് വേറെ സ്ഥലം വേണം, വേറെ അത് ഭരണം വേണം എന്നുള്ള ആ ഒരു ഇതാണ് ആ രാജ്യത്തെ തന്നെ നശിപ്പിച്ചത്. പക്ഷേ അതിൻ്റെയൊക്കെ പരിണിത ഫലം അനുഭവിക്കുന്നതാരാ? ആ നേതാക്കന്മാരല്ല, ആ രാജ്യത്തിൻ്റെ നേതാക്കളല്ല അനുഭവിക്കുന്നത്. ആരാ അനുഭവിക്കുന്നത്? സാധാരണ ആൾക്കാർ. ഒരിക്കലും ഒരു ഭരണാധികാരികൾക്കൊന്നും സംഭവിക്കുന്നില്ല. സംഭവിക്കുന്നത് മൊത്തം ആർക്കാ? ഈ പട്ടാളക്കാർക്കും, യുദ്ധം ചെയ്യുന്ന പട്ടാളക്കാർക്കും ഈ സാധാരണ ജനങ്ങൾക്കുമാണ് ഈ നഷ്ടങ്ങൾ സംഭവിക്കുന്നത്. പട്ടാളക്കാരും അവരുടെ കുടുംബങ്ങൾക്കും അതുപോലെ സാധാരണ ജനങ്ങൾക്കും അവരുടെ കുടുംബങ്ങൾക്കുമാണ് നഷ്ടങ്ങൾ സംഭവിക്കുന്നത്. അല്ലാതെ ആർക്കെന്തോ കിട്ടുന്നു. ലാഭം മൊത്തം കിട്ടുന്ന ആർക്കാണെന്ന് വെച്ചാൽ, നേട്ടം ആർക്കാണ് കിട്ടുന്നതെന്ന് വെച്ചാലും ഈ യുദ്ധവിമാനങ്ങൾ പോർ വിമാനങ്ങൾ ഉണ്ടാക്കുന്നവർക്ക്, ഈ യുദ്ധ സാമഗ്രികൾ ഉണ്ടാക്കുന്നവർക്ക് മാത്രമാണ് ലാഭം. ഈ യുദ്ധങ്ങൾ, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം എന്ത് നേടുന്നു? ആരാരെ ജയിക്കുന്നു? എന്ത് ചെയ്യുന്നു? ലോകം മൊത്തം കേടുകിടെ വിറപ്പിച്ച ഹിറ്റ്ലറിൻ്റെ കാര്യം നമുക്കറിയാമല്ലോ. ഹിറ്റ്ലർ എന്ത് നേടി? പിടിച്ചടക്കി ഹിറ്റ്ലർ പോയി. ഹിറ്റ്ലർ എന്ത് നേടി? ഹിറ്റ്ലറിൻ്റെ അന്ത്യം എന്തുമായിരുന്നു? വിഷം കൊടുത്ത് പറ്റിയും കൊന്ന് ഭാര്യയും കൊന്നിട്ട് ആത്മഹത്യ ചെയ്യുമല്ലായിരുന്നു ചെയ്തേ. എന്ത് നേടി ഹിറ്റ്ലർ? എന്ത് നേടി? ലോകത്തെ കിടുകിട വിറപ്പിച്ച ഹിറ്റ്ലർ എന്ത് നേടി? അപ്പോൾ ഇതൊക്കെ ആൾക്കാർ ചിന്തിക്കുകയും എടുക്കുകയും വേണം. യുദ്ധം എന്ന് പറയുന്നത് ഒരിക്കലും കഴിവതും ഉണ്ടാകേണ്ടത്. കഴിവതും സമാധാനമുണ്ടാകുന്നത്. യുദ്ധത്തിനല്ല നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്. യുദ്ധമല്ല നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. നമ്മൾ സമാധാനത്തിനാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. അയ്യോ ഞങ്ങളുടെ രാജ്യം ഇത്രയും അടിച്ചു, ആ രാജ്യം ഇത്രയും അടിച്ചു, അയ്യോ ഞങ്ങൾ അതിലും അടിച്ചു എന്ന് പറയുന്നിടത്തല്ല, അവിടെ സമാധാനമാണ് ഉണ്ടാകേണ്ടത്. എപ്പോഴും സമാധാനമാണ്. ലോകത്തിലായാലും എല്ലായിടത്തും സമാധാനമാണ്. സമാധാനമില്ലാതെ എന്തോ ഇതാ ഉള്ളത്. യുദ്ധങ്ങൾ ചെയ്യുന്നതുകൊണ്ട് എന്ത് നേട്ടം? ഒരു രാജ്യത്തിന് ഒരു നേട്ടവുമില്ല യുദ്ധങ്ങൾ ചെയ്യുന്നതുകൊണ്ട്. നഷ്ടമല്ലാതെ ഒന്നുമില്ല. പിന്നെ യുദ്ധം ചെയ്യിപ്പിക്കുന്നതോ ഭരണാധികാരികളോ യുദ്ധം ഓർഡർ കൊടുക്കുന്നതോ ചെയ്യിപ്പിക്കുന്നതോ ഒരു ഭരണാധികാരികൾക്കും ഒന്നും സംഭവിക്കുന്നില്ല. സംഭവിക്കുന്നത് ആർക്കാ? ആ യുദ്ധം ചെയ്യുന്ന പട്ടാളക്കാർക്കും അതുപോണക്ക് തന്നെ സാധാരണ ആൾക്കാരും ആർക്കാണ് നഷ്ടങ്ങൾ ഉണ്ടാകുന്നത്? ആർക്കാണ്? രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ ഭരണാധികാരി എടുത്തടിക്കാൻ പറയും, അല്ലേ?
ഇപ്പോൾ ഇസ്രായേലായാലും ഇറാനായാലും നമ്മുടെ ഇന്ത്യ ആയാലും യുക്രൈൻ ആയാലും റഷ്യ എല്ലായിടത്തും നേതാക്കൾ പറയും അടിച്ചോളാൻ പറയും. നേതാക്കൾ പറയും അടിച്ചോ. നേതാക്കൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അവരുടെ ഫാമിലി അവരൊക്കെ സുരക്ഷിതമല്ലേ? അല്ലേ? നഷ്ടപ്പെടുന്നതും ജീവൻ പോകുന്നതും പട്ടാളക്കാർക്കും അവരുടെ കുടുംബങ്ങൾക്കും സാധാരണ ജനങ്ങൾക്കുമാണ്. എന്ത് നേട്ടം നേടി? എന്ത് നേട്ടം കിട്ടി? അപ്പോൾ എപ്പോഴും നമ്മൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലോ നമ്മുടെ രാജ്യത്തിനകത്തിൽ തന്നെയോ യമനിലുണ്ടായത് ആഭ്യന്തര കലഹം മൂത്തിട്ട് ഇങ്ങനെയുണ്ടെന്ന്. അപ്പോൾ എപ്പോഴും ഞാനെപ്പോഴും പ്രാർത്ഥിക്കുന്നത് ഒരു രാജ്യത്തും ആഭ്യന്തര കലഹം ഉണ്ടാകാതിരിക്കാൻ ആ ഭരണാധികാരികൾ അവരും ശ്രദ്ധിക്കണം. ആഭ്യന്തര കലഹം വലുതായി പോയി കഴിഞ്ഞാൽ രാജ്യം തന്നെ നശിക്കും. അതിൻ്റെ ഏറ്റവും ഉദാഹരണമാണ് യമൻ. നേരിട്ട് നമ്മൾ 15 വർഷം കണ്ടതാണ് അവിടെ. ഒരു രാജ്യത്തിലെ സ്വേച്ഛാധിപത്യമായിക്കൂടാ. ഒരു രാജ്യത്തിലെ ഏതൊക്കെ ആൾക്കാരുണ്ട് അവരെ എല്ലാം ചേർത്ത് പിടിച്ച് അവരുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് അവരോടെല്ലാം സൗമ്യതയും സമാധാനത്തോടെയും കൂടി കൊണ്ടുപോകുന്ന ഭരണാധികാരികളാണ് രാജ്യത്തിന് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. അവർക്ക് എന്തെങ്കിലും നേടാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഈ യുദ്ധത്തിന് ആഹ്വാനം ചെയ്ത് യുദ്ധങ്ങളും കാര്യങ്ങളും ഇങ്ങനെ ചെയ്ത് സ്വന്തം രാജ്യത്തെയും ദേശത്തെയൊക്കെ നശിപ്പിക്കുന്ന ഭരണാധികാരികളുടെ പേരുകൾ എവിടെയായിരിക്കും എഴുതുന്നത്? പിന്നീട് ചരിത്രത്തിൽ കറുത്ത പട്ടികയിലായിരിക്കും. ഹിറ്റ്ലറിൻ്റെ പേര് എവിടെ എഴുതിയിരിക്കുന്നത്? ലോകത്തെ മൊത്തം കിടുകിട വിറപ്പിച്ച. യുദ്ധം എളുപ്പമാണ്, പക്ഷേ യുദ്ധമില്ലാതിരിക്കാനാണ് കൂടുതൽ പ്രയാസം. യുദ്ധമില്ലാതായിരിക്കുകയാണ് ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്. സമാധാനം. ഇപ്പം നമ്മൾ എന്നും കണ്ട് നമ്മളെ ആരെങ്കിലും ആക്രമിച്ച് നമ്മളെ കീഴടക്കാൻ വന്നാൽ നമ്മൾ മിണ്ടാതിരിക്കണമെന്നല്ല പറയുന്നത്. സന്ധിയിലൂടെ സമാധാനത്തിലൂടെ കഴിവതും യുദ്ധങ്ങൾ ഒഴിവാക്കാൻ നോക്കണം. ഇപ്പം വന്നിട്ട് എന്തുവാ ഐക്യരാഷ്ട്രസഭയൊക്കെ എന്തോ അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടൊക്കെ അവരൊക്കെ പറയുന്നത് ആര് കേൾക്കുന്നു എടുക്കുന്നു? കണ്ടില്ലേ? യുദ്ധങ്ങൾ ഞാൻ ജയിക്കണം, എൻ്റെ ആയുധങ്ങൾ കൂടുതൽ ഉപയോഗിക്കണം, എൻ്റെ ആയുധങ്ങൾ ഉപയോഗിക്കണം, എന്നിട്ട് ഞങ്ങളത് നശിപ്പിച്ചു, ഞങ്ങളിത് നശിപ്പിച്ചു, ഞങ്ങളത് പിടിച്ചടക്കി, ഞങ്ങളിത് പിടിച്ചടക്കി. അപ്പോൾ ഇതിൻ്റെ അകത്തിലെല്ലാം സന്തോഷിക്കുന്ന ആരാ? ഈ ആയുധ വിൽപ്പനക്കാരാണ് ഇതിൻ്റെ അകത്തിൽ സന്തോഷിക്കുന്നത്, അല്ലാതെ ആര് സന്തോഷിക്കാൻ? അതുകൊണ്ട് യുദ്ധങ്ങൾ കഴിവതും ഇല്ലാതിരിക്കണേ എന്നുള്ളതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്നത്. കഴിവതും എല്ലാവരുമായിട്ടും എല്ലാ രാജ്യങ്ങളുമായിട്ടും പരസ്പരമായിട്ട് സമാധാനത്തിലും സൗഖ്യത്തിലുമായിരിക്കാനാണ് ഓരോ രാജ്യങ്ങളും ശ്രമിക്കേണ്ടുന്നത്. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നിമിഷത്തിനുള്ളിൽ യുദ്ധങ്ങളും കാര്യങ്ങളും അല്ല. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർന്ന് ബൈബിളിലെ വചനത്തിൽ പറയുന്നത് എന്ന് പറഞ്ഞത് കണക്ക് സമാധാനകാംക്ഷികളായിരിക്കണം നമ്മൾ ഓരോരുത്തരും, ഓരോ വ്യക്തികളും. സമാധാനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഇപ്പം ഒരു ഭരണാധികാരിക്കാണ്. ഭരണാധികാരികളെല്ലാം ഇടപെടുന്നത്, അല്ല ജനങ്ങളെല്ലാവരും കൂടെ പോയി പറയുന്നില്ലല്ലോ, എടുക്കുന്നില്ലല്ലോ എന്തെങ്കിലും കാര്യത്തിന്. ഒരു കുടുംബത്തിലെ സമാധാനം ഉണ്ടാക്കുന്നത് ആ കുടുംബനാഥനാണ്. ഒരു കുടുംബത്തിലെ സമാധാനം തകർക്കുന്നതും ആ കുടുംബത്തിലെ സമാധാനം ഉണ്ടാക്കുന്നതും ഒരു കുടുംബനാഥൻ്റെ ചുമതലയാണ് എന്ന് പറഞ്ഞത് കണക്കാണ് ഒരു ഭരണാധികാരി. കുടുംബത്തിൻ്റെ ഭരണാധികാരിയാണല്ലോ കുടുംബനാഥൻ. ആ കുടുംബനാഥൻ നല്ല വ്യക്തിയാണ്, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കുടുംബം മൊത്തം സമാധാനത്തിൽ കഴിയും എന്ന് പറഞ്ഞത് കണക്കാണ് രാജ്യവും. രാജ്യത്തിൻ്റെ ഭരണാധികാരിയോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഇവിടെ ഇരിക്കുന്നവരോ അവരുടെ ഇതനുസരിച്ചാണ് രാജ്യങ്ങളുടെ പോക്ക്. അവരെടുക്കുന്ന തീരുമാനങ്ങളെ അവർ പറയുന്ന കാര്യങ്ങൾ അതിൻ്റെ അനുസരിച്ചാണ് ഒരു രാജ്യത്തിൻ്റെ സമാധാനം സൗഖ്യവും സഖ്യതയും പോകുന്നത്. അതുകൊണ്ട് ഇതൊക്കെ ആൾക്കാർ ചിന്തിക്കുകയും പറയുകയും ഒക്കെ ചെയ്യണം. പിന്നെ ഏത് രാജ്യത്തിലായാലും യുദ്ധമില്ലാതിരിക്കട്ടെ. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ യുദ്ധങ്ങളും എത്രയും പെട്ടെന്ന് സമാധാനത്തിലെത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. ലോകത്തിലെ സമാധാനമാണ് പുലരേണ്ടുന്നത്. അതുകൊണ്ട് യുദ്ധമില്ലാത്ത ഒരു നല്ല രാജ്യത്തിനായിട്ടും യുദ്ധമില്ലാത്തൊരവസ്ഥയിലേക്കും രാജ്യങ്ങളൊക്കെ കിടക്കട്ടെ എന്ന ചിന്തയോടെയും പ്രാർത്ഥനയോടെയും ആഗ്രഹത്തോടും കൂടി ഇന്ന് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടെന്നറിഞ്ഞതിൽ സന്തോഷം. വീണ്ടും നിങ്ങളുടെ പ്രോത്സാഹനം അഭ്യർത്ഥിക്കുന്നു.